students, welcome back to EduPlus Academy. ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റർ 16 മൗലിക അവകാശങ്ങളും മൗലിക കടമകളും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഈ ഒരു മെയിൻലി ഒരു 6 മൗലിക അവകാശമാണ് നമുക്കുള്ളത്. അതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അതുപോലെ മൗലിക കടമകൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് എക്സാമിന് കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ഈ ഒരു മൗലിക അവകാശങ്ങളും മൗലിക കടമകളും എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു മൗലിക അവകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്മളൊക്കെ ഈ ഒരു രാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മുടെ രാഷ്ട്രം എന്താണ്? നമ്മുടെ രാഷ്ട്രം നമ്മുടെ പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന ഒരു അവകാശമാണ് മൗലിക അവകാശം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അനുസരിക്കേണ്ട കുറേ നിയമങ്ങളുണ്ട്. അതുപോലെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന കുറേ റൈറ്റ്സ്, അവകാശങ്ങളുണ്ട്, ഫ്രീഡം, സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നൽകുന്നത് ആരാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്, അഥവാ ഇന്ത്യൻ ഭരണഘടനയാണ് നമുക്കിതൊക്കെ നൽകുന്നത്. അപ്പം നമുക്കുള്ള അവകാശങ്ങളോ നമ്മൾക്കുള്ള ഡ്യൂട്ടീസ് അതൊക്കെ കൃത്യമായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നുണ്ട് അല്ലേ. പിന്നെ നമുക്ക് ഈ ഒരു മൗലിക അവകാശം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് അവകാശങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലേ. അതുപോലെ നമുക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്, വിദ്യാഭ്യാസം നേടാനുള്ള അവകാശമുണ്ട്. ഇങ്ങനെ ഒരു രാഷ്ട്രത്തിലെ പൗരന് അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിലെ അംഗം എന്ന നിലയ്ക്ക് വ്യക്തികൾക്ക് ലഭിക്കേണ്ട ഒന്നാണ് അവകാശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആളുകളില്ലേ, ആ ആളുകൾ ഈ ഒരു രീതിയിൽ ചിന്തിച്ചത് കൊണ്ടാണ് നമുക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഒക്കെ നമുക്കിപ്പോൾ നേടിയെടുക്കാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ രാജ്യത്തെ പൗരന്മാരുടെ സംരക്ഷണത്തിനായിട്ടും അതുപോലെ അവരുടെ അവകാശങ്ങളുടെ ഒക്കെ ഒരു പട്ടിക തന്നെ അംഗീകരിക്കുകയൊക്കെ ചെയ്തു ആര്? നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ. അപ്പോൾ അവയൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായിട്ട്? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലൊക്കെ ആയിട്ട് ചോദിക്കാം, ഏത് ഭാഗത്താണ് ഭരണഘടനയിൽ മൗലിക അവകാശം ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചാൽ 3-ാം ഭാഗത്താണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ ബേസിക്കായിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഓരോ പൗരനും രാജ്യത്തിനും സമൂഹത്തിനും ചെയ്തു കൊടുക്കേണ്ട കടമകളെക്കുറിച്ചും ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം കേട്ടോ. അവകാശങ്ങളും ചുമതലകളും എന്നാൽ അർത്ഥമാക്കുന്നത് എന്ത്? അവ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, അവകാശങ്ങളും ചുമതലകളും എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും രണ്ട് കാര്യങ്ങളാണ് അല്ലേ. ഓക്കെ, നോക്കാം. ഒരാളുടെ വളർച്ചയ്ക്കോ പുരോഗതിക്കോ ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങളായി സമൂഹമോ രാഷ്ട്രമോ അംഗീകരിച്ചിട്ടുള്ള ഒരാളുടെ അർഹമായ അധികാരത്തെ അവകാശങ്ങൾ എന്ന് പറയാം. അപ്പം എന്താണ്? ഒരാളുടെ വളർച്ചയ്ക്കോ അല്ലെങ്കിൽ ഒരാളുടെ പുരോഗതിക്കോ ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങളെ സമൂഹമോ അല്ലെങ്കിൽ രാഷ്ട്രമോ അംഗീകരിച്ചിട്ടുള്ള ഒരാളുടെ അർഹമായിട്ടുള്ള അധികാരത്തെയാണ് നമ്മൾ അവകാശങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. നിയമപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ധർമ്മനീതിപരമായിട്ടും അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളാണ് അവകാശങ്ങൾ. അപ്പോൾ ആ ഒരു പോയിന്റും കൂടെ നോക്കുക. നിയമപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ധർമ്മനീതിപരമായിട്ടും അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളാണ് അവകാശങ്ങൾ. അവകാശങ്ങൾക്ക് എപ്പോഴും നിയമത്തിൻ്റെ പരിരക്ഷയുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതാണ് അവകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാളുടെ വളർച്ചയ്ക്കോ അല്ലെങ്കിൽ പുരോഗതിക്കോ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യങ്ങൾ സമൂഹമോ അല്ലെങ്കിൽ രാഷ്ട്രമോ അംഗീകരിച്ചിട്ടുള്ള ഒരാൾക്ക് അർഹതപ്പെട്ടിട്ടുള്ളൊരു അധികാരമാണ് അവകാശം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? നിയമപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ഒക്കെ നീതിപരമായിട്ടും അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളാണ് അവകാശങ്ങൾ. അപ്പോൾ അവകാശങ്ങൾക്ക് എപ്പോഴും നിയമത്തിൻ്റെ ഒരു പരിരക്ഷയുണ്ടാകും. അപ്പോൾ ഇതാണ് അവകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ചുമതല എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നോക്കാം. ഒരു സമൂഹജീവി എന്ന രീതിയിൽ ഒരാൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വങ്ങളാണ് കടമകൾ അല്ലെങ്കിൽ ചുമതലകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കുക. രക്ഷകർത്താക്കൾ കുട്ടികളെ സംരക്ഷിക്കുന്നതും അധ്യാപകർ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതും ഒക്കെ കടമകൾക്ക് ഉദാഹരണമാണ്.
അപ്പോൾ പൗരന്മാർക്ക് ഭീതി കൂടാതെ ജീവിക്കാനുള്ള അവസരം ഒരുക്കേണ്ടത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു കടമയാണ്, ചുമതലയാണെന്ന് പറയാം. പൗരനെ സംബന്ധിച്ച് അത് അവൻ്റെ അവകാശവുമാണ്. ഓക്കെ, അപ്പോൾ അവകാശങ്ങളും കടമകളും എന്താണ്, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു രാഷ്ട്രത്തിൽ നിന്ന് അവകാശങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന പൗരന് ഗവൺമെൻറ്റിനോടും സമൂഹത്തിനോടും ചില കടമകളുണ്ട്. അതുപോലെ അവകാശങ്ങൾ നിയമപരവും കടമകൾ ധാർമ്മികവുമാണ്. ഓക്കെ, അപ്പോൾ അവകാശങ്ങളും ചുമതലകളും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അവകാശം എന്ന് പറയുന്നത് ഒരാൾ നേടിയെടുക്കേണ്ട ഒരാളുടെ അർഹതമായിട്ടുള്ള ഒരു അധികാരത്തെയാണ് നമ്മൾ അവകാശം എന്ന് പറയുന്നത്. അത് നിയമപരമായിട്ടും സാമൂഹ്യപരമായിട്ടും അനുവദിക്കപ്പെട്ടിട്ടുള്ളൊരു ഒരു സ്വാതന്ത്ര്യം കൂടിയാണ് അവകാശം. ഓക്കെ, പിന്നെ കടമ അല്ലെങ്കിൽ ചുമതല എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സമൂഹജീവി എന്ന രീതിയിൽ ഒരാൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് കടമ അല്ലെങ്കിൽ ചുമതലകൾ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ എന്നാൽ എന്ത്, ഏതെല്ലാം? ഇനിയാണ് നമുക്ക് മൗലിക അവകാശങ്ങളെ നോക്കാനുള്ളത്. നോക്കുക, ഒരു വ്യക്തിയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും സുരക്ഷിതത്വത്തിനും വേണ്ടി നിയമപരമായും ഭരണഘടനാപരമായും അനുവദിക്കപ്പെട്ടിട്ടുള്ള അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. ഇവ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും കോടതി വഴി വിചാരണ ചെയ്യാവുന്നതുമാണ്. ഒരു ഇന്ത്യൻ പൗരന് ഭരണഘടന 6 പ്രധാനപ്പെട്ട അവകാശങ്ങളാണ് നൽകിയിരിക്കുന്നത്. അപ്പം നമുക്ക് പ്രധാനമായിട്ടും എത്ര മൗലിക അവകാശങ്ങളാണ് ഭരണഘടനയിൽ പറയുന്നത്? പ്രധാനമായിട്ടും 6 മൗലിക അവകാശങ്ങളാണ് ഭരണഘടനയിലുള്ളത്. അപ്പം പിന്നെ ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ശ്രദ്ധിക്കാം. ഭരണഘടനയുടെ നമ്മുടെ 14-ാം ആർട്ടിക്കിൾ മുതൽ 32-ാം ആർട്ടിക്കിൾ വരെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഭരണഘടനയുടെ 14-ാം ആർട്ടിക്കിൾ, 14-ാം വകുപ്പ് മുതൽ 32-ാം വകുപ്പ് വരെയാണ് മൗലിക അവകാശങ്ങളെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആർട്ടിക്കിൾ 14 ടു ആർട്ടിക്കിൾ 32 അതിലാണ് മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പറഞ്ഞു പ്രധാനമായിട്ടും 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത് എന്ന്. അപ്പം അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സമത്വത്തിനുള്ള അവകാശം. നെക്സ്റ്റ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം, സംസ്കാരവും വിദ്യാഭ്യാസവുപരമായിട്ടുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഓക്കെ, ഇതിൽ 5 പറയുന്നുള്ളൂ. നമുക്ക് ഒന്നും കൂടെ ഉണ്ട്. റൈറ്റ്സിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഉണ്ട്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമുണ്ട്, പിന്നെ സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശമുണ്ട്, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശമുണ്ട് കേട്ടോ. പിന്നെ എന്താണ് സമത്വത്തിനുള്ളത് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സ്വാതന്ത്ര്യത്തിനുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, സമത്വത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ടു ഈക്വാലിറ്റി. എന്താണ് ആ ഒരു മൗലിക അവകാശത്തിൽ പ്രതിപാദിക്കുന്നതെന്ന് നോക്കാം. സമത്വത്തിനുള്ള അവകാശത്തിലൂടെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും നിയമത്തിൻ്റെ സംരക്ഷണം നൽകുന്നതിനും ജനനസ്ഥലത്തിൻ്റെയോ ആൺപെൺ വ്യത്യാസത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ ജാതിമത വ്യത്യാസത്തിൻ്റെയോ പേരിലുള്ള വിവേചനം ഇല്ലാതാക്കുന്നു. ഈ അവകാശത്തിന് 5 ഉപവകുപ്പുകളുണ്ട്. ഓക്കെ, അപ്പോൾ സമത്വത്തിനുള്ള അവകാശം, അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഫസ്റ്റ് പറയുന്ന അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഈക്വാലിറ്റി കേട്ടോ. അപ്പോൾ ഈ ഒരു സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാവർക്കും ഒരുപോലെയുള്ള അവകാശം ഉണ്ട്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? സമത്വത്തിനുള്ള അവകാശത്തിൽ റൈറ്റ് ടു ഈക്വാലിറ്റി അതിൽ വരുന്ന ഫസ്റ്റ് അതിൻ്റെ സബായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിയമത്തിന് മുന്നിൽ തുല്യത. അപ്പോൾ ഫസ്റ്റ് വരുന്ന പോയിന്റ് എന്താണ്? നിയമത്തിന് മുന്നിൽ തുല്യത. എല്ലാ പൗരന്മാർക്കും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്ന് ഭരണഘടന ഉറപ്പ് നൽകുന്നു. രാജ്യത്തെ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്ന പോയിന്റാണ് നിയമത്തിന് മുന്നിൽ തുല്യത. അപ്പം സമത്വത്തിനുള്ള അവകാശത്തിൽ വരുന്ന പോയിന്റാണ് നിയമത്തിന് മുന്നിൽ തുല്യത. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ജാതിമത വ്യത്യാസത്തിൻ്റെ പേരിലോ ആൺപെൺ വ്യത്യാസത്തിൻ്റെ പേരിലോ ഉള്ള വിവേചനം പാടില്ല. അപ്പം ആളുകൾക്കിടയിൽ, പൗരന്മാർക്കിടയിൽ എന്താണ്? യാതൊരുവിധ വേർതിരിവ് പാടില്ല. ജാതിമത വിശ്വാസത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ആ ഒരു ഡിസ്ക്രിമിനേഷൻ, ആണ് പെണ്ണ് എന്നുള്ള ആ ഒരു വ്യത്യാസമോ അതിൻ്റെ പേരിലൊന്നുള്ള ഒരു വിവേചനമോ കാര്യങ്ങളോ പാടില്ല എന്നാണ് രണ്ടാമത് വരുന്ന ഒരു കാര്യം. ഓക്കെ, സാമൂഹ്യ സമത്വം പാലിക്കുന്നതിന് ഈ നിയമം അനിവാര്യമാണ്.
യാതൊരു വിവേചനവും കൂടാതെ എല്ലാ പൗരന്മാർക്കും ഏത് വ്യാപാരശാലകളിലോ ഭക്ഷണശാലകളിലോ പൊതുവിനോദശാലകളിലോ പ്രവേശിക്കുന്നതിനും പൊതു കിണർ ഉപയോഗിക്കുന്നതിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും ഈ നിയമം പരിരക്ഷ നൽകുന്നു. ഓക്കെ, അപ്പോൾ സമത്വത്തിനുള്ള അവകാശത്തിൽ വരുന്ന സെക്കൻഡ് സബ് പോയിന്റ് ആണ് യാതൊരുവിധ ജാതിമത വ്യത്യാസത്തിൻ്റെ പേരിലോ ആൺപെൺ വ്യത്യാസത്തിൻ്റെ പേരിലോ ഒന്നും യാതൊരു വിവേചനവും പാടില്ല എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ്, പൊതു തൊഴിൽ കാര്യത്തിൽ തുല്യ അവസരം ലഭിക്കുന്നു. ഓക്കെ, അപ്പം തൊഴിലിന് യോഗ്യതയും അർഹതയും മാത്രമായിരിക്കും മാനദണ്ഡം. അപ്പം അവിടെ ഒരു യാതൊരു തൊഴിൽ തേടുന്നതിന് യാതൊരുവിധ ഡിസ്ക്രിമിനേഷൻസോ കാര്യങ്ങളോ പാടില്ല. അപ്പം അത് തൊഴിലിൻ്റെ മാനദണ്ഡം എന്താണ്? അവരുടെ യോഗ്യത, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഏത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണെങ്കിലും ഒക്കെ അവർക്ക് അവരുടെ ജോലി അവർ തിരക്കുന്ന ജോലിക്ക് ഉള്ള മാനദണ്ഡം അവരുടെ യോഗ്യതയും അവരുടെ അർഹതയും മാത്രമായിരിക്കണം. അതാണ് മൂന്നാമത് വരുന്നൊരു കണ്ടീഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന പോയിന്റ് നോക്കുക, തൊട്ടുകൂടായ്മ ഇല്ലായ്മ ചെയ്യുക. അപ്പോൾ തൊഴിലിൻ്റെയും ജാതിയുടെയും പേരിൽ ആളുകളെ സാമൂഹ്യമായി മാറ്റി നിർത്തുന്ന സമ്പ്രദായത്തിന് അറുതി വരുത്തുവാൻ ഇതുമൂലം കഴിയുന്നു. അപ്പോൾ തൊട്ടുകൂടായ്മ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ ജാതിയുടെയും അതുപോലെ തൊഴിലിൻ്റെയും ഒക്കെ പേരിൽ ആളുകളെ സാമൂഹ്യമായിട്ട് ഇങ്ങനെ മാറ്റി നിർത്തില്ല. ആ ഒരു വേർതിരിവ് അത് എലിമിനേറ്റ് ചെയ്യുക. അതും ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. നെക്സ്റ്റ്, റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശത്തിൽ വരുന്ന അടുത്ത പോയിന്റ് ആണ് പദവികളുടെ വിവേചനം ഇല്ലായ്മ ചെയ്യുക. ഭരണത്തോട് അടുത്തു നിൽക്കുന്നവർക്ക് ഉണ്ടായിരുന്ന പ്രത്യേക പദവികൾ ഇല്ലാതാക്കാൻ കഴിയുന്നു. അപ്പോൾ പദവികളുടെ വിവേചനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ഒരു പദവികളുടെ വിവേചനം ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുമ്പോൾ ഭരണത്തോട് അടുത്തു നിൽക്കുന്നവർക്ക് ഉണ്ടായിരുന്ന പ്രത്യേക പദവികൾ ഇല്ലാതാക്കാൻ കഴിയുന്നു. അപ്പോൾ ഓരോ നല്ലൊരു പൊസിഷനിലിരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക പരിഗണന നൽകുക, താഴേക്കിടയിലുള്ള ആളുകൾക്ക് വേറൊരു രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ആ ഒരു പദവികളുടെ വിവേചനവും കാര്യങ്ങളും അതൊക്കെ ഒന്ന് എലിമിനേറ്റ് ചെയ്യുക. അതൊക്കെയാണ് ഈ ഒരു റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശത്തിലൂടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് മൗലിക അവകാശമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം. ഓക്കെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്താണ്? ഭരണഘടനയുടെ 19-ാം വകുപ്പ് 6 തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിലേതൊക്കെയാണെന്ന് നോക്കാം. അഭിപ്രായ സ്വാതന്ത്ര്യം, സമാധാനപരമായി സംഘടിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകളും യൂണിയനുകളും രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഏത് തൊഴിൽ ചെയ്യുവാനും ജീവിതോപാധി തിരഞ്ഞെടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, അപ്പം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം റൈറ്റ് ടു ഫ്രീഡത്തിൽ പറയുന്ന അവകാശങ്ങളാണ്. ഈ ഒരു 6 തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ടാണ് ഈ ഒരു ഭരണഘടനയുടെ 19-ാം വകുപ്പിൽ 6 തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെയാണ്? അഭിപ്രായ സ്വാതന്ത്ര്യം, സമാധാനപരമായി സംഘടിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകളും യൂണിയനുകളും രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഏത് തൊഴിൽ ചെയ്യുവാനും ജീവിതോപാധി തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, അപ്പോൾ ഇത്രയും 6 പോയിന്റ്സ് ആണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പറയുന്നത് കേട്ടോ. നോക്കുക, ദ്രോഹപരമായ കുറ്റം ചുമത്തി ശിക്ഷ വിധിക്കുന്നതിൽ നിന്നുള്ള സംരക്ഷണം ഭരണഘടന ഉറപ്പു തരുന്നുണ്ട്. ദ്രോഹപരമായ ഒരു കുറ്റത്തിന് നിയമം അനുശാസിക്കുന്ന ശിക്ഷയിൽ കൂടുതൽ നൽകില്ല. ഒരു കുറ്റത്തിന് 1-ൽ കൂടുതൽ തവണ ശിക്ഷിക്കാനാവില്ല. ഏതെങ്കിലും കുറ്റം ചുമത്തി ഒരാളെ അറസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ അവരെ ആ വിവരം അറിയിക്കേണ്ടതും അവർക്ക് നിയമസഹായത്തിന് അവസരം നൽകേണ്ടതുമാണ്. പൗരന്മാർക്ക് സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ടെങ്കിലും ചില നിയന്ത്രണങ്ങളും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. ഒരാൾ 1-ൽ കൂടുതൽ തവണ കുറ്റം ചെയ്തതിൽ 1-ൽ കൂടുതൽ തവണ ശിക്ഷിക്കാനാവില്ല. പിന്നെ ഏതെങ്കിലും കുറ്റം ചുമത്തി ഒരാളെ അറസ്റ്റ് ചെയ്യാനാവില്ല. അപ്പം ഇങ്ങനത്തെ എല്ലാ രീതിയിലുള്ള പ്രൊട്ടക്ഷനും നമുക്ക് ഭരണഘടന നൽകുന്നുണ്ട്. അതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പറയുന്നത് കേട്ടോ. ഈ ഒരു 6 സബ് പോയിന്റ്സ് നോക്കി വെക്കുക. ഓക്കെ, ഇനി 3-ാമത്തെ മൗലിക അവകാശമാണ് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഓക്കെ, അതിലെന്താണ് പറയുന്നത് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ 24 വകുപ്പുകൾ പൗരന്മാർക്ക് ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണം ഉറപ്പു നൽകുന്നു. അപ്പോൾ ഏത് വകുപ്പുകളിലാണ് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശത്തെ പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ 23-ഉം 24-ഉം വകുപ്പുകളാണ് ചൂഷണത്തിനെതിരായി നിന്നുള്ള ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണം ഉറപ്പ് നൽകുന്നത്. ആർട്ടിക്കിൾ 23, 24 കേട്ടോ.
മനുഷ്യരെ ക്രയവിക്രയം നടത്തുന്നതിനും നിർബന്ധിത തൊഴിൽ ചെയ്യിക്കുന്നതിനും നിയമം മൂലം നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ തൊഴിൽശാലയിലും മറ്റും ജോലി ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. ഇതാണ് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശത്തിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് നെക്സ്റ്റ് മൗലിക അവകാശമായിട്ടുള്ള മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ എന്താണ് പറയുന്നത്? എല്ലാ പൗരന്മാർക്കും അവരുടെ മതവിശ്വാസത്തിനും ഭക്തിക്കും ആരാധനയ്ക്കും സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഭരണഘടന എന്താണ്? മതസ്വാതന്ത്ര്യം. ഏതൊരു പൗരനും എന്താണ്? അവരുടെ മതവിശ്വാസത്തിനും അവരുടെ ഭക്തിക്കും ആരാധനയ്ക്കും ഒക്കെ എന്താണ്? സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. പിന്നെ എന്താണ്? മതവിശ്വാസം അവരവർക്ക് തിരഞ്ഞെടുക്കുവാനും അനുഷ്ഠിക്കുവാനും അംഗീകരിക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം, മതപരമായ കാര്യങ്ങൾ നടത്തുവാനുള്ള അവകാശം, പ്രത്യേക മതവിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കുമുള്ള സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മതപരമായ പഠനങ്ങളിലോ മതചടങ്ങുകളിലോ ഉള്ള സാന്നിധ്യം അനുവദിക്കുന്ന സ്വാതന്ത്ര്യം. അത്രയും കാര്യങ്ങളാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പ്രതിപാദിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത മൗലിക അവകാശമായിട്ടുള്ള സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ എന്ന് നോക്കാം. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ഓക്കെ, അതിലെന്താണ് പറയുന്നത്? ഒരു പ്രത്യേക ഭാഷയോ ലിപിയോ സംസ്കാരമോ സ്വന്തമായിട്ടുള്ള ഏത് ന്യൂനപക്ഷത്തിനും അവ സംരക്ഷിക്കുവാനുള്ള അവകാശം ഭൂരിപക്ഷത്തിനുള്ളതുപോലെ ഉറപ്പു നൽകുന്നു. മതപരമായോ ഭാഷാപരമായോ ന്യൂനപക്ഷമായവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുവാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ ഭാഷയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രവേശനം നിഷേധിക്കാനും പാടില്ല. അതാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം പറയുന്നുണ്ട്. അപ്പോൾ അതിലെന്താണ്? സ്വന്തമായിട്ടുള്ള പ്രത്യേക ഭാഷയോ ലിപിയോ ഒക്കെ സ്വന്തമായിട്ടുള്ള ഏത് ന്യൂനപക്ഷം, ഏതൊരു കമ്മ്യൂണിറ്റി ആണെങ്കിലും അവർക്ക് അത് സംരക്ഷിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. അതുപോലെ ഭാഷാപരമായിട്ടോ ന്യൂനപക്ഷമായവർക്ക് സ്ഥാപനങ്ങൾ നടത്തുവാൻ ഇപ്പം നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഇപ്പം നമ്മുടെ ഇവിടോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി എടുക്കുകയാണെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻസ് ഒക്കെ ഇല്ലേ, ആംഗ്ലോ ഇന്ത്യൻസിനൊക്കെ അവർക്ക് ഇവിടെ സ്കൂൾ നടത്താനും അവരുടെ ആ ഒരു ഭാഷയെ പ്രൊമോട്ട് ചെയ്യാനും അവർക്ക് അവരുടെ മതത്തിൽ വിശ്വസിക്കാനും അങ്ങനെയൊക്കെയുള്ള സ്വാതന്ത്ര്യം ഈ ഒരു സാംസ്കാരിക വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഷയുടെ പേരിലോ മതത്തിൻ്റെ പേരിലൊക്കെ എന്തെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രവേശനം നിഷേധിക്കാനോ ഒന്നും പാടില്ല. വേറെ മറ്റൊരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടിക്ക് ഇവിടെ പഠിക്കാൻ പാടില്ല, അങ്ങനത്തെ കണ്ടീഷൻസോ കാര്യങ്ങളൊന്നും പാടില്ല. അതിനൊക്കെയുള്ള അവകാശം ഈ ഒരു മൗലിക അവകാശത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ആറാമത്തെ ലാസ്റ്റ് മൗലിക അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം, മൗലിക അവകാശങ്ങൾ കോടതിയിലൂടെ സംരക്ഷിക്കപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പം ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങൾ കോടതിയിലൂടെ സംരക്ഷിക്കപ്പെടാവുന്നതാണ്. മൗലിക അവകാശങ്ങളുടെ നിയമപരമായ സംരക്ഷണത്തിന് ഭരണഘടന ഉറപ്പ് നൽകുന്നു. അതാണ് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശം. അപ്പോൾ ഏതൊരു മൗലിക അവകാശം പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ അത് സംരക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ ഏതെങ്കിലും മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കോടതിയെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അപ്പോൾ മൗലിക അവകാശങ്ങളുടെ നിയമപരമായ സംരക്ഷണത്തിന് ഭരണഘടന ഉറപ്പ് നൽകുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ 6 മൗലിക അവകാശങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി 7ാമത് ഇവിടെ കൊടുത്തിട്ടുള്ള അവകാശം നോക്കുക, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ 14 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നിർബന്ധിത സൗജന്യ വിദ്യാഭ്യാസവും അവകാശമായി ഭരണഘടന അനുശാസിക്കുന്നു. അപ്പോൾ നിരക്ഷരതയിൽ നിന്നും മോചനം നേടുവാനുള്ള ഒരു വലിയ പടിയാണിത്. ഓക്കെ, അപ്പോൾ വിദ്യാഭ്യാസത്തിനുള്ളൊരു അവകാശം കൂടെയുണ്ട്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ആ ഒരു പോയിന്റ്സിൽ പറഞ്ഞിട്ടില്ല. അതിൽ പറയുന്നത് 14 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഭരണഘടനയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരുടെയും ഏതൊരു കുട്ടിയുടെയും അവകാശമാണ്. 14 വയസ്സ് വരെ സൗജന്യ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ അത് നിർബന്ധിതവുമാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് മൗലിക കടമകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് മൗലിക കടമകൾ എന്ന് നോക്കാം. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന മൗലിക കടമകൾ ഏതെല്ലാം? ഓരോ പൗരനും മൗലിക അവകാശങ്ങളുണ്ട്. മൗലിക അവകാശങ്ങൾ അനുഭവിക്കുമ്പോൾ ഓരോ പൗരനിൽ നിന്നും രാഷ്ട്രം ചിലത് പ്രതീക്ഷിക്കുന്നു. ഈ പ്രതീക്ഷകളെയാണ് പൊതുവിൽ മൗലിക കടമകൾ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പം നമുക്ക് ഭരണഘടന നമുക്ക് എന്താണ്, നമുക്ക് വേണ്ട സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഒക്കെ നമുക്ക് നൽകുമ്പോൾ എന്താണ്, ആ ഒരു രാഷ്ട്രത്തിന് എന്താണ്, നമുക്കും കുറച്ചൊരു ഉത്തരവാദിത്വമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മളും തിരിച്ച് രാഷ്ട്രത്തിന് ചിലത് ചെയ്തു കൊടുക്കേണ്ട ഒരു കടമ നമുക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു കടമയാണ് നമ്മൾ എന്താണ് മൗലിക കടമകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രതീക്ഷകളെയാണ് നമ്മൾ പൊതുവെ മൗലിക കടമകൾ എന്ന് പറയുന്നത്. 1972 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയുടെ ഭാഗമാക്കിയത്. അപ്പോൾ ഇന്നാണ് 1972 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയുടെ ഭാഗമാക്കി മാറ്റിയത്. അപ്പോൾ 10 കടമകളാണ് ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഭരണഘടന അനുസരിക്കുക. ഭരണഘടനയുടെ ആശയങ്ങളും അതിൻ്റെ സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക. അപ്പം നമുക്ക് ഈ ഒരു മൗലിക അവകാശം ഉള്ളതുപോലെ തന്നെ നമ്മുടെ മൗലിക കടമകൾ എന്തൊക്കെയാണ്, നമ്മൾ ഈ ഒരു ഭരണഘടനയിൽ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അനുസരിക്കുക. അതുപോലെ ഭരണഘടനയുടെ ആശയങ്ങളെയും അതിൻ്റെ സ്ഥാപനങ്ങളെയും അതുപോലെ ദേശീയ പതാകയൊക്കെ നമ്മൾ ദേശീയ ഗാനത്തെയും ഒക്കെ എന്താണ് ബഹുമാനിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു രാഷ്ട്രത്തിനോടുള്ള ആ ഒരു നമ്മുടെ റെസ്പെക്റ്റ്, അതുപോലെ നമ്മൾ ഒരു നീതി പുലർത്തേണ്ടതുണ്ട്. അത് ആ ഒരു കാര്യങ്ങളാണ് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് വരുന്ന മൗലിക കടമയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹത്തായ തത്വങ്ങളെ പോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. അപ്പോൾ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരത്തിലൂടെയൊക്കെ നമ്മൾ പ്രചോദനം നൽകിയിട്ടുള്ള മഹത്തായ കുറേ തത്വങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ പിന്തുടരുകയും അതിനെയൊക്കെ കൂടുതൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയും പോഷിപ്പിക്കുകയും ആ ഒരു തത്വങ്ങളെയൊക്കെ നമ്മൾ പരിഗണിക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുക. നെക്സ്റ്റ്, രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക. ദേശീയ സേവനം ആവശ്യപ്പെടുമ്പോൾ സേവനം അനുഷ്ഠിക്കുക. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഇടയിലെ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും ഊർജിതപ്പെടുത്തുക. സ്ത്രീകളുടെ പദവി താഴ്ത്തുന്ന നടപടികൾ ഉപേക്ഷിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു കടമകളിൽ വരുന്ന കാര്യങ്ങൾ കേട്ടോ. ബാക്കി നോക്കാം. നെക്സ്റ്റ്, നമ്മുടെ ഈ സമ്മിശ്ര സംസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത ഉയർത്തിക്കാട്ടി മഹത്തായ പാരമ്പര്യം സംരക്ഷിക്കുക. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മുടെ പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കുക, നമ്മുടെ സംസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത ഉയർത്തി കാണിക്കുക, അതുപോലെ നമ്മുടെ മഹത്തായ ഈ ഒരു പാരമ്പര്യം സംരക്ഷിക്കുക ഒക്കെ എന്താണ് ഏതൊരു പൗരൻ്റെയും മൗലിക കടമയാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്ന പോയിന്റ്, പ്രകൃതിദത്തമായ പരിസ്ഥിതിയിൽ ഉൾപ്പെട്ട വനം, തടാകങ്ങൾ, നദികൾ, വന്യജീവികളെ എന്നിവയൊക്കെ സംരക്ഷിക്കുക. അപ്പോൾ ഏതൊരു രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ഏതൊരു പൗരനാണെങ്കിലും അവിടെയുള്ള അവരുടെ പ്രകൃതി നാച്ചുറൽ റിസോഴ്സസിനെ, അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിയെ, നമ്മുടെ എൻവിയോൺമെൻറ്റിനെ, നമ്മുടെ ചുറ്റുപാടിനെ, അതുപോലെ വനം, തടാകങ്ങൾ, നദികൾ, ഇതിനെയൊക്കെ എന്താണ് വന്യജീവികളെയൊക്കെ സംരക്ഷിക്കേണ്ടത് ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മുടെ ഒരു മൗലിക കടമയാണെന്ന് പറയാം അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വരുന്ന പോയിന്റ് നോക്കുക. ശാസ്ത്രീയ മനോഭാവവും അന്വേഷണത്തിനുള്ള ആവേശവും പരിഷ്കാരങ്ങളും പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ശാസ്ത്രീയ മനോഭാവം, അതുപോലെ അന്വേഷണത്തിനുള്ള ആവേശം, പരിഷ്കാരങ്ങളും ഒക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടതും നമ്മുടെ മൗലിക കടമകളിൽ വരുന്നൊരു കാര്യമാണ്. നെക്സ്റ്റ്, പൊതു സ്വത്ത് സംരക്ഷിക്കുക. അക്രമ സ്വഭാവം ഉപേക്ഷിക്കുക. നെക്സ്റ്റ്, വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലയുടെയും അഭിവൃദ്ധിക്ക് വേണ്ടിയും പ്രയത്നിക്കുക. അപ്പോൾ എന്താണ് വ്യക്തിപരവും നമ്മുടെ പേഴ്സണലായിട്ട് വരുന്ന കാര്യങ്ങൾ, അതുപോലെ നമ്മൾ കൂട്ടായതുമായിട്ടുള്ള എല്ലാ പ്രവർത്തനത്തിൻ്റെയും എല്ലാ മേഖലയുടെയും ഒക്കെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രയത്നിക്കുകയൊക്കെ എന്താണ് ഏതൊരു പൗരൻ്റെയും ഒരു രാഷ്ട്രത്തോട് ചെയ്യേണ്ട അവരുടെ മൗലികമായിട്ടുള്ള കടമകളാണ് അല്ലേ. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഫണ്ടമെൻ്റൽ റൈറ്റ്സും അതുപോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അപ്പോൾ നമുക്ക് മെയിൻലി പ്രധാനമായിട്ടും 6 മൗലിക അവകാശങ്ങളാണുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്, റൈറ്റ് ടു ഈക്വാലിറ്റി, ആ പോയിൻറ്റ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. പിന്നെ എന്താണ്, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. പിന്നെ എന്താണ്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഉണ്ട്. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം. പിന്നെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായുള്ള പരിഹാരം കാണുന്നതിനുള്ള അവകാശം. ഓക്കെ, അപ്പോൾ അത്രയും അവകാശങ്ങൾ എന്താണ്, അതിൽ വരുന്ന സബ് പോയിൻറ്റ്സ് കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. അതാണ് മെയിൻലി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്.
പിന്നെ നമുക്ക് ഈ ഒരു മൗലിക അവകാശങ്ങൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് ലക്ഷ്യങ്ങൾ കൂടെ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ ജസ്റ്റ് പറയാം. എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ഈ ഒരു മൗലിക അവകാശങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ളത്? നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ ഏകാധിപത്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മറ്റ് സ്വകാര്യമായിട്ടുള്ള പൗരന്മാരുടെ അവകാശ നിഷേധങ്ങളിൽ നിന്നും അതുപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെയൊക്കെ എന്താണ് നമ്മൾ സംരക്ഷിക്കുക, പൗരന്മാരുടെ വ്യക്തിത്വം വികാസം ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ ഒരു ലക്ഷ്യങ്ങൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് മൗലികാവകാശങ്ങൾ നമ്മുടെ ഭരണഘടന നിർമ്മാതാക്കൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അതുപോലെ മൗലിക കടമകൾ നമ്മളൊരു 10 പോയിൻറ്റ്സോളം പറഞ്ഞു. അതൊക്കെ എന്തൊക്കെയാണ്, നമ്മൾ രാഷ്ട്രത്തോട് നമ്മൾ കാണിക്കേണ്ട നീതി എങ്ങനെയാണെന്ന് മൗലിക കടമകളിൽ കൃത്യമായിട്ട് വിഭാവനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഇതിൽ മൗലിക കടമകളും അതുപോലെ മൗലിക അവകാശങ്ങളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക്